മാലയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ തമിഴ്നാട്ടിലുള്ള മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്തു എന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ആരെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, BJP തന്നെയാണ്. ഇത് പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കേണ്ടത് ഒരു ഹൈന്ദവൻ എന്ന നിലക്ക് എന്റെ മാത്രം ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിന് വിത്ത് എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം മധുസൂദനന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അത് കണ്ടിട്ടാണ് ഞാൻ അത് നോക്കാൻ പോയിട്ടുള്ളത്. ഇത് ബംഗ്ലാദേശിലല്ല, ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ അയ്യപ്പ ഭക്തർ ഏതോ മുസ്ലിം പള്ളിയുടെ മുൻപിൽ കൂടി ടൂറിസ്റ്റ് ബസ്സിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ വെച്ച് ശബരിമലയിലേക്ക് വന്നതിന് സമാധാന മതക്കാരുടെ രോക്ഷപ്രകടനം. അപ്പോൾ ഇവറ്റകൾക്ക് എല്ലാ ദിവസവും 5 നേരം മൈക്കിൽ കൂടി കൂകി വിളിക്കുന്നത് എന്തിനാണ്? ബാങ്ക് വിളിയാണ് പറയുന്നത് കൃഷ്ണജീവി. ഇവറ്റകൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ പള്ളിയിൽ നിന്നും ശബ്ദം പുറത്ത് കേൾക്കാത്ത രീതിയിൽ കൂകി വിളിച്ചാൽ പോരെ? കേരളത്തിലെ പോലെ അവിടെയും ഭരണപക്ഷം സ്റ്റാലിൻ എന്നാണ് പറയുന്നത് ഇവർക്ക് അനുകൂലമാണ്, അതിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. വാവര് നടയിൽ പൈസ മാത്രം മതി ഇവർക്കൊക്കെ. ഓക്കെ, ഇത് ഇന്ത്യൻ ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഹിന്ദു എന്നോ മുസ്ലിമാൻ എന്നോ ക്രിസ്ത്യൻ എന്നില്ല, പൗരൻ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശമാണുള്ളത്. ഇവർക്കൊരു പ്രത്യേക അനുകൂല്യം അവകാശമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്തിരിക്കുന്ന ആ ചാണകപ്പുഴു തിളയ്ക്കുന്നത് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. വാവർ നടയിലെ പൈസ മാത്രം മതി ഇവർക്ക്. എന്താ നോക്കുക, എല്ലാത്തിന്റെ ഇടയിൽ അത് കുത്തിക്കയറ്റുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അത് കൃത്യമായിട്ട് അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന ജീർണിച്ച ചിന്താഗതി തന്നെയാണ്. തമിഴ്നാട്ടിലുള്ള ഒരു കൂട്ടം മുസ്ലിങ്ങള് ആ പള്ളിയുടെ മുന്നിൽ ഈ അയ്യപ്പ ഭക്തിഗാനം വെച്ചിട്ട് ഭയങ്കര ബഹളം വെച്ചപ്പോ സഹിക്കാൻ വയ്യാതെ ഇവരെ അടിച്ചോടിച്ചു എന്ന രീതിയിലാണ് ഇവരിത് പ്രചരിപ്പിക്കുന്നത്. ആദ്യം ഒരു ക്ലിപ്പ് മുഴുവനായിട്ട് കാണാം, വിത്ത് എവിഡൻസ് നമുക്കതൊന്ന് പൊളിച്ചു കൊടുക്കാം. സംഭവം ശരിയാണ്, രോക്ഷാകുലരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് ബഹളം വെച്ചുള്ളത്. അതെന്തായാലും നല്ലൊരു പ്രവണത ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇത് തമിഴ്നാട്ടിൽ നടന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് BJP പ്രവർത്തകർ വലിയ രീതിയിൽ ഇത് ആഘോഷിക്കുന്നത്. ഇങ്ങനെ കുറെ വീഡിയോസ് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ? ആന്ധ്രാപ്രദേശിലെ അന്നമയ ജില്ലയിലുള്ള റായച്ചോട്ടി എന്ന പ്രദേശത്താണ് അയ്യപ്പ ഭക്തരുടെ ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായത്. TV9 തെലുങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബർ 5 രാത്രിയാണ് അയ്യപ്പ ഭക്തരുടെ ബസ്സിന് നേരെ കല്ലേറുണ്ടായതെന്നും പിറ്റേന്ന് അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടിച്ച് പ്രതിഷേധിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് സംഭവം എന്ന് വെറും വാർത്തയായിട്ട് വായിച്ചു കേൾപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാം. आंध्र के रायचोटी शहर में दो पक्ष आपस में भिड़ गए हैं। अयप्पा मंदिर जा रही बस पर हमला किया गया है। श्रद्धालुओं के साथ मारपीट की घटना हुई है। भीड़ ने बस पर हमला बोला है। बस में भगवान के भजन बजाने का विरोध हुआ है। इस वक्त की बड़ी खबर आपको बता रहे हैं, दो पक्ष आपस में भिड़ गए हैं। आंध्र प्रदेश के रायचोटी शहर में जमकर बवाल हुआ है। तस्वीरें इस वक्त आप देख सकते हैं किस तरह की स्थिति वहां पर बन गई है। श्रद्धालुओं के साथ भी बताया जा रहा है कि मारपीट की गई है। एक बड़ी भीड़ ने बस के ऊपर हमला बोल दिया। दरअसल इस बस में भगवान के भजन बजाए जा रहे थे और भजन बजाने का विरोध इस भीड़ की तरफ से किया जा रहा था। ये बस अयप्पा मंदिर जा रही थी जिसके अंदर श्रद्धालु बैठे हुए थे और ये जानकारी इस वक्त मिल रही है कि एक बड़ी भीड़ ने इस बस के ऊपर हमला बोल दिया और श्रद्धालुओं के साथ भी मारपीट की गई है। പള്ളിയുടെ നമസ്കാര സമയത്താണ് ആ ഒരു ബസ് നേരെ വന്ന് അന്നമയ എന്ന ജില്ലയിൽ ആ ഒരു പ്രദേശത്ത് വാഹനം നിർത്തി ഇവര് ശബ്ദത്തോടു കൂടി അയ്യപ്പന് ശരണം വിളിച്ചത്. അത് വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടായി. ആ സമയം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് അവരോട് അത് നിർത്താൻ പറഞ്ഞു. അത് നിർത്തിയില്ല. ബസ് നീക്കിയിടാൻ പറഞ്ഞു. അത് കേട്ടില്ല. അവര് ശക്തമായിട്ട് തന്നെ ഇങ്ങനെ ശരണം വിളിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പ്രക്ഷോഭം, ഒരു പ്രശ്നമാണ്. ഇത് ആന്ധ്രാപ്രദേശിൽ ബുദ്ധിയില്ലാത്ത ആളുകളുടെ ഇടയിൽ നടന്നതാണ്. കേരളത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. തമിഴ്നാട്ടിലും അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ സംഭവിക്കില്ല. പക്ഷെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാവും, നമ്മളൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ട്രെയിനിൽ അവർ കയറി വന്നതിന് ശേഷം നമ്മളെ ബുദ്ധിമുട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കർണാടകയിൽ നിന്നുള്ള ആന്ധ്രയിൽ നിന്നുള്ള ആളുകളൊക്കെ. അതായത് നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിനിലാണെങ്കിൽ അവർ അതിന് നിലത്ത് കടന്ന് ഇരുന്ന് അയ്യപ്പ ഭക്തിഗാനം വിളിച്ചു പോകും. അവർ ടിക്കറ്റ് പോലും എടുക്കാതെ കയറി വരുന്ന സംഭവമൊക്കെ ഉണ്ട്. ചോദ്യം ചെയ്യുന്ന TTR പറഞ്ഞത് ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ്, ഞങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നതാണ്, ഞങ്ങൾക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ബുദ്ധിശൂന്യരായ ആളുകളാണ്. തമിഴ്നാട്ടിലേക്കാണ്
തമിഴ്നാട്ടിലാണ് സംഭവിച്ചത് എന്ന രീതിയിലാണ് പറയുന്നത്. ഇനി ഇതില് മന്ത്രിയുടെ ഇടപെടലുകളൊക്കെ നടന്നു. പിറ്റേ ദിവസം രാവിലെ, അത് തലേ ദിവസം രാത്രി ഉണ്ടായ പ്രശ്നത്തിന് പിറ്റേ ദിവസം രാവിലെ എല്ലാ അയ്യപ്പ ഭക്തന്മാരും ചേർന്നുകൊണ്ട് ആ പള്ളിയുടെ അടുത്ത് വന്ന് വലിയൊരു കലഹം ഉണ്ടായിട്ടുണ്ടായി, വാർത്തയിൽ പറയുന്നുണ്ട്. అన్నమయ్య జిల్లా రాయచోటిలో అయ్యప్ప స్వాములు నిరసనకు దిగారు. రాత్రి అయ్యప్ప స్వాములు ప్రయాణిస్తోన్న బస్సుపై అల్లరి మూకలు రాళ్లతో దాడి చేశారు. అల్లరి మూక రాళ్ల దాడులపై అయ్యప్ప భక్తులు ఆగ్రహం వ్యక్తం చేస్తూ నిరసనకు దిగారు. పోలీసులు జోక్యం చేసుకుని సర్ది చెప్పి వాళ్ళని ఆందోళన విరమింపచేసే ప్రయత్నం చేశారు. అయినా ఆందోళన సద్దుమణగలేదు. అయ్యప్ప స్వాములు నిరసనతోటి నిలిచిపోయింది అక్కడ ట్రాఫిక్. విషయం తెలిసి స్పాట్కి చేరుకున్నారు మంత్రి రాంప్రసాద్ రెడ్డి. തലേദിവസ പ്രശ്നം അത് വലിയ രൂക്ഷമായിരുന്നു. പിറ്റേ ദിവസം എല്ലാ അയ്യപ്പ ഭക്തരും വന്ന് അവിടെ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായത്. പോലീസുകാരെല്ലാവരും വന്ന് തടിച്ചുകൂടി. ഇത് അറിഞ്ഞുകൊണ്ട് മന്ത്രിയുടെ ഇടപെടൽ പോലും നടന്നിട്ടുണ്ട്. അതൊന്ന് കേട്ടോക്കാം. అయ్యప్ప భక్తులకు సర్ది చెప్పే ప్రయత్నం చేశారు. నిన్న జరిగిన దాడిపై భక్తులకు మంత్రి సర్ది చెప్పి ఆందోళన విరమింపచేశారు. മന്ത്രിയുടെ ഇടപെടൽ മൂലം വളരെ സൗമ്യമായ രീതിയിൽ പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണത്. ഓക്കെ, അപ്പൊ ആ രാത്രിയിൽ ചിത്രീകരിച്ച ആ ഒരു വീഡിയോ എടുത്ത് BJP പ്രവർത്തകർ കേരളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഇത് തമിഴ്നാട്ടിൽ നടന്നതാണ് എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇത് ആളുകൾ ഷെയർ ചെയ്യുക. ഞാൻ സാധാരണ നിലയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നു. അതോ നോക്കണം, മധുസൂദനന്റെ ഒരു പോസ്റ്റാണത്. പോസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞത് ബംഗ്ലാദേശിലല്ല, ഇത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ്. ബംഗ്ലാദേശിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ ന്യൂനപക്ഷങ്ങൾക്കെതിരെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോ പശുവിനെ കയ്യിൽ വെച്ചു, അല്ല ബീഫ് കയ്യിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കൊല്ലാറുണ്ടല്ലോ. അതിന് വീഡിയോ ഇറങ്ങാറുണ്ട്. മധുസൂദന, എടി ഷൈനിയെ, നീ അതൊക്കെ ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇല്ലാത്ത സാധനങ്ങൾ ഷെയർ ചെയ്യുന്നതിന്, ഈ ഫെയിൽസ് ഇൻഫർമേഷൻ പറയുന്നതിന് നിന്നൊക്കെ എന്താ പറയുക? അല്ലെങ്കിൽ സംഘികൾ അത് തന്നെയാണോ പഠിച്ചിട്ടുള്ളത്? അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും മുസ്ലിമിന്റെ നെഞ്ചത്തോട്ട് കയറണം, അതിന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തിടുക. ആന്ധ്രാപ്രദേശിൽ നടന്നൊരു കാര്യം തമിഴ്നാട്ടിലും കേരളത്തിലും ആണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വിഡ്ഢിത്തരം വേറെ ഒന്നുമില്ല. അതായത് ബഹളത്തിന്റെ ഇടയിൽ എന്താ സ്ലാങ് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു വലിയ രീതിയിൽ അങ്ങോട്ട് ഇട്ടതാ. അപ്പൊ ഞാൻ ആ ഒരു ഇമേജ് എടുത്ത് റിവേഴ്സ് സെർച്ചിലേക്ക് ഇട്ടപ്പോ നേരെ പോണത് എവിടുക്കാന്നറിയോ? ഈ ഒരു വാർത്തയിലേക്കാണ്. അങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നത്. ഇമേജിൽ റിവേഴ്സ് സെർച്ച് ഇട്ടിട്ട് നോക്കുമ്പോൾ നേരെ പോകുന്നു. അങ്ങനെ കീവേഡ് ഇട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് കണ്ടെത്താം. അപ്പൊ ഏതൊരു ഫെയിൽസ് ഇൻഫർമേഷൻ നമുക്ക് കണ്ടെത്താൻ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ചെന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ നുണകൾ പ്രചരിപ്പിക്കുന്നത്? ഒന്നും അറിയാതെ കുറെ നാറികൾ അതിന്റെ ഇടയിൽ കമന്റ് ഇടുകയാണ്, ഇവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബംഗ്ലാദേശിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിലും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. വളരെ 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 മോശമാണ് മക്കളെ. അങ്ങനെയെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് ഷൈനി മധുസൂദന ഇനി മുതൽ നീ ഇങ്ങനെ ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പൊ എന്താണ്, ഫേസ്ബുക്ക് പേജ് പോവാൻ നിൽക്കുകയാണ് അല്ലെ, കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട് അല്ലെ, ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് അത് വന്നതെന്നറിയോ? നീ ആ പശുവിനെയൊക്കെ അടിച്ചു കൊല്ലുന്ന വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാതിരിക്കുക? ഇപ്പൊ ഒരു ഫെയിൽസ് ഇൻഫർമേഷൻ ആണ് നീ ഇട്ടിട്ടുള്ളത്. അതിന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അടിച്ച പണി കിട്ടും. നീ ജീവിച്ചു പോ, നീ ഇങ്ങനെ ജീവിച്ചു പോ. കേരളത്തിലോട്ടൊന്നും തിരിച്ചു വരാതെ UK ഇരുന്ന് ആ പണിയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ഇട്. നമ്മൾ ഇവിടെ നിന്നാണ്ട് പൊളിക്കും, ഒരു ഡൗട്ടും വേണ്ട കാര്യത്തിൽ. നുണം പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, കണ്ടെത്തുക തന്നെ ചെയ്യും. ഓക്കെ, അത് തമിഴ്നാട്ടിൽ നടന്നതല്ല, ആന്ധ്രാപ്രദേശിൽ നടന്നതാണ്. ആ നടന്ന കാര്യത്തെ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ആരാണോ തെറ്റ് ചെയ്തത് ആ തെറ്റ് തന്നെയാണ്, ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. തമിഴ്നാട്ടിലുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരക്രമം അഴിച്ചുവിട്ടു എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ട് എത്രയും പെട്ടെന്ന് നീ തിരിച്ചെടുത്തിട്ടില്ല എങ്കിൽ നിയമപരമായിട്ട് തന്നെ എല്ലാവരും പോകും, ഒരു തർക്കവും വേണ്ട. ഓക്കെ, നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.